നമസ്കാരം. ഇന്നിപ്പോൾ വീണ്ടും ഒരു അസുഖത്തിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം ചെയ്യുന്നത് ഫിഷ് ലൈസിനെ പറ്റിയാണ്. ഇത് ഞങ്ങളുടെ ഇപ്പോൾ പുതിയ വന്ന സ്റ്റോക്കിലെ ഗോൾഡ് ഫിഷുകളാണ്. അതിൽ ഈ വന്ന സ്റ്റോക്കിലെ ഗോൾഡ് ഫിഷുകൾക്ക് ഫിഷ് ലൈസ് ഉണ്ട്. ഫിഷ് ലൈസ് എന്ന് വെച്ചാൽ പെയിൻ പോലെ വരുന്നൊരു ജീവിയാണ്. അതായത് ഈ മീനിൻ്റെ വാലിൽ നോക്കിയാൽ കാണാം ഒരുപാട് ഇരിപ്പുണ്ട്. എല്ലാ മീനുകളുടെയും ദേഹത്തില്ല, പക്ഷേ ഉള്ളതിൻ്റെ ദേഹത്ത് ഒരുപാട് ഇരിക്കുന്നു. അപ്പോൾ വെള്ളത്തിലും വരാം, ഇത് മുട്ടയിട്ട് പെരുകാം. അപ്പോൾ അത് കാരണം ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളതിന് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് പുതിയ വേറൊരു നല്ല വെള്ളത്തിൽ കലക്കുക എന്നുള്ളതാണ്. ഞാൻ കലക്കി കഴിഞ്ഞിട്ട് കാണിക്കാം. ഞാൻ ആദ്യം ഒരു ഫിഷിനെ വെച്ച് കാണിക്കാം. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ലായനി ഇത്രയൊന്ന് ഡാർക്കായി കഴിയുമ്പോൾ കണ്ടാൽ മനസ്സിലാവും, നല്ല ഡാർക്കാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഫിഷിനെ അതിൽ ഡിപ്പ് ചെയ്യണം. ഈ ഫിഷിൻ്റെ ഫിന്നിലൊക്കെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നന്നായിട്ട് ഇരിപ്പുണ്ട്. അതിന് കുറച്ച് നേരം ഡിപ്പ് ചെയ്തിടുക. ഒരു 30 സെക്കൻഡ് ഡിപ്പ് ചെയ്തിടണം. 30 സെക്കൻഡ് കഴിയുമ്പോൾ ഫിഷിനെ വീണ്ടും കുറച്ച് നേരം പഴയ പോലെ നല്ല വെള്ളത്തിലേക്കൊന്ന് മാറ്റണം. എന്നിട്ട് ഇതൊരു 30 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ മുക്കണം. ബാക്കി ഫിഷുകളുടെ എല്ലാം കൂടെ ചെയ്യുകയാണ്. ഓരോ 30 സെക്കൻഡ് ഈ വെള്ളത്തിലും മറ്റേ അടുത്ത 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് നല്ല വെള്ളത്തിലും അങ്ങനെ മാറ്റിയാണ് ഇടുന്നത്. ഈ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഫിഷിനെ കൈകൊണ്ട് തൊടാതിരിക്കാൻ ശ്രമിക്കുക. ഓൾറെഡി ഫിഷിൻ്റെ സ്ലൈം കോട്ട് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ മുങ്ങുമ്പോൾ ഇളകാൻ തുടങ്ങും. ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. ഒരിതെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ മീനുകളൊക്കെ ചത്തുപോകും, പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ കാരണം പൊള്ളലടിച്ചിട്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ മാറി ചെയ്ത് ഒരുവിധം ഒന്ന് ആയി കഴിയുമ്പോൾ ഈ ടാങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വളരെ ലൈറ്റ് ഡൈല്യൂഷനിൽ ഇട്ട് വെച്ചിട്ടാണ് ഫിഷിനെ ഇതിൽ തൽക്കാലം ഇന്നത്തേക്ക് ഇട്ട് വയ്ക്കുന്നത്. അന്നേ ദിവസം തന്നെ വൈകുന്നേരമാണ്, ഒരു 6 മണിയാവാറായിട്ടുണ്ടാവും. ഞാനപ്പോൾ ഇപ്പോൾ ഫിഷിനെ ക്യാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാൻ വേണ്ടി ടാങ്ക് ഞാൻ PPM പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചെയ്തിട്ടാണ് പോയിരുന്നത്. നിങ്ങളെല്ലാവരും കണ്ടതാണ്. അതിൽ പക്ഷേ അത്ര ഹെവി ഡോസേജ് ആഡ് ചെയ്തിട്ടില്ല. ഫിഷിനെ ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക, ഒരു ബാത്ത് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇച്ചിരി ഹൈ കോൺസെൻട്രേഷൻ ഒഴിച്ചത്. പക്ഷേ അതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവത്തില്ല. ഇതിനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാമെന്നേ ഉള്ളൂ. പക്ഷേ ഇതാണ് എഫക്റ്റ് കണ്ടു തുടങ്ങേണ്ടത്. എഫക്റ്റ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതായിപ്പോൾ എൻ്റെ കയ്യിൽ കണ്ടാൽ അറിയാൻ പറ്റും. ഇത് ആ പ്രാണിയാണ്, ചത്തിട്ടുണ്ട്. ഫിഷിൻ്റെ ബോഡിയിൽ പറ്റിയിരുന്ന് കിട്ടിയതാണ്. അപ്പോൾ ചത്തുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണം. ഇതിപ്പോൾ 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഹൈ ഡോസേജിൽ നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. പക്ഷേ ഗോൾഡ് ഫിഷൊക്കെ ചെറിയ ഫിഷ് ആയതുകൊണ്ട് ദേഹത്ത് സ്ലൈം പോവും, പിന്നെ ഫിഷിൻ്റെ ബോഡി ബേൺ ആവും. വലിയ ഫിഷ് കോയിലൊക്കെ ആണെങ്കിൽ നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെച്ച് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാലും വലിയ ഫിഷൊക്കെ ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാകത്തില്ല. എന്ന് വെച്ചാൽ അതിന് ബോഡിയിൽ ഇച്ചിരി സ്ലൈം കോട്ടൊക്കെ ലോസ് ഉണ്ടാവും, എങ്കിലും നമുക്ക് മാനേജ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഗോൾഡ് ഫിഷിലൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെള്ളത്തിൽ ആഡ് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ കുറച്ച് ആഡ് ചെയ്യുക. ഇപ്പോൾ അത് ആ വെള്ളം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വലിയ വ്യത്യാസം അറിയത്തില്ല. പക്ഷേ ഒരു വെള്ളം മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പിങ്ക് കളർ, ഒരു ഇച്ചിരി നല്ല പിങ്ക് കളറ് വെള്ളത്തിലുണ്ട്. ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് മൊത്തം ഇതിൻ്റെ എഗ്ഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുവരെ പോകുന്നത് വരെ നമ്മൾ ഈ മെത്തേഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിപ്പോൾ നാളെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ എഫക്റ്റ് കുറയാൻ തുടങ്ങും. അപ്പോൾ നാളെ രാവിലെ വീണ്ടും ഇതിലൊരു ലൈറ്റ് ഡോസേജ് ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ 2-3 ദിവസം ഈ വെള്ളം മാറ്റത്തില്ല. അങ്ങനെ ആഡ് ചെയ്തിട്ട് 2-3 ദിവസം കഴിഞ്ഞിപ്പോൾ ഫിഷിന് പുതിയ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. ഇതാ ഇപ്പോൾ രാവിലെ ഞാൻ ആ ഡിപ്പ് ചെയ്ത സമയത്ത് ഗോൾഡ് ഫിഷിനൊക്കെ നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഗോൾഡ് ഫിഷുകളുടെ ബോഡിയിലുണ്ടായിരുന്ന സ്ലൈം കോട്ടൊന്നും പൂർണ്ണമായിട്ട് തിരിച്ചു വന്നിട്ടില്ല. അത് തൊടുമ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും. സ്ലൈം കോട്ടിനൊക്കെ ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ കണ്ടതിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും 2-3 ദിവസം കൂടെ കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് ഈ വെള്ളം അങ്ങ് മാറും. അതുപോലെ ഇപ്പോൾ മഴക്കാലമാണ്. ഗോൾഡ് ഫിഷുകളെ വളർത്തുന്നവർ ശ്രദ്ധിക്കണം. വൈറ്റ് സ്പോട്ട് അഥവാ ഇക്കെന്ന് പറഞ്ഞ അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ മാക്സിമം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് ഹൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഹീറ്റർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവർ ടോപ്പ് അടച്ചിട്ടിരുന്നാലും മതി. വെള്ളത്തിൽ കുറച്ച് ടെമ്പറേച്ചർ ഹൈ ആയിട്ട് നിന്നോളും. എന്നിട്ട് എയറേഷൻ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഉപ്പിട്ട് കൊടുക്കുക വെള്ളത്തിൽ, നന്നായിട്ട് കല്ലുപ്പിട്ടിട്ട് ഇച്ചിരി ഹൈ ഡോസേജിൽ വേണമെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തോളൂ. അത് വരാതിരിക്കാൻ ഒരു പ്രിവെൻറ്റീവായിട്ട് കൊള്ളാം. പിന്നെ എല്ലാവരും മെത്തിലീൻ ബ്ലൂ എന്ന് പറയുന്ന മരുന്ന് കേട്ടിട്ടുണ്ടാകും. അത് മാക്സിമം കയ്യിൽ സ്റ്റോക്ക് കരുതി വെക്കുക. ഫിഷിനെ ഒബ്സർവ് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ കാര്യം. ഫിഷിനെ മാക്സിമം ഒബ്സർവ് ചെയ്തിട്ട് വൈറ്റ് സ്പോട്ട് എന്ന് പറയുന്ന അസുഖത്തിന് തുടക്കം കാണുകയാണെങ്കിൽ അപ്പോഴേ മെത്തിലീൻ ബ്ലൂ ആഡ് ചെയ്തങ്ങ് സ്റ്റാർട്ട് ചെയ്യുക.
അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ നമുക്ക് ഫിഷിന് വലിയ സ്ട്രെസ് ഇല്ലാതെ തീർക്കാൻ പറ്റും.